ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് ജനുവരി എൻഡ് ആവുമല്ലേ. നമുക്ക് ഫെബ്രുവരിയിലേക്കുള്ള റീഡിങ് ഇന്നെടുത്തേക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്യാൻ. ഓക്കെ, ലെറ്റ്സ് സി. നമുക്ക് ഫെബ്രുവരിയിലേക്കുള്ള റീഡിംഗ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഈ വരുന്ന മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരി വളരെ റൊമാൻറ്റിക് മന്താണ് അല്ലേ? ഓക്കെ, ലെറ്റ്സ് സി. നമുക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. പക്ഷെ ഞാൻ ജനറൽ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. സോ എന്ത് വന്നാലും ശരി, നമുക്ക് മെസ്സേജസ് ആയിട്ട് നോക്കാം. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്? ഓക്കെ, ഓക്കെ. 3 of Swords, 6 of Wands, Fool കാർഡ്. ചില കാർഡ്സ് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ വെച്ചേക്കാം സാറില്ല. ഓക്കെ, ഞാനതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്യും. ചില കാർഡ്സ് നമ്മൾ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, 3 of Swords, 6 of Wands, Fool, Star card. One more please. ഓക്കെ, Emperor. കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാമെന്ന്. ഓക്കെ, 2 of Swords. ആക്ച്വലി ഇതും കവർ ചെയ്യണം. ഓക്കെ, ഡബിൾ കാർഡ്, ഇതും ഞാൻ കവർ ചെയ്യും. 2 of Cups, ബ്യൂട്ടിഫുൾ. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ് ആൻഡ് വൺ മോർ, Queen of Pentacles. awesome. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്, 3 of Pentacles. സോ ഇവിടെ ആദ്യം തന്നെ കാണുന്നത്, ഞാൻ റൊമാൻറ്റിക് മന്ത് ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ വന്നത് 3 of Swords ആണ്. സോ എന്ന് വെച്ചാൽ ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ് വരുന്നത്. പക്ഷേ അത് ലൈക്ക് ഫസ്റ്റ് വന്നതുകൊണ്ട് നമുക്ക് അതിനെ ഒരു ഇപ്പോൾ ഉള്ളൊരു എനർജി ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന രീതിക്ക് നമുക്ക് വിളിക്കാം. സോ മേ ബി നിങ്ങളിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക്, വിഷമം ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കാം. ആൻഡ് ഇവിടെ അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ വിഷമം ഉണ്ടെങ്കിലും ശരി, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ടെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് ചതിക്കപ്പെട്ടു, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായി, ഫാമിലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ആരോടെങ്കിലും വഴക്കുണ്ടായി, പ്രശ്നമുണ്ടായി, ബ്രേക്കപ്പായി, റിലേഷൻഷിപ്പ് മാത്രമല്ല ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, പ്രോബ്ലം, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ വിഷമങ്ങൾ, ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയുക, ഗോസിപ്പ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഓക്കെ, നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അങ്ങനെ നിങ്ങൾ എന്തൊരു വിഷമം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും, ഓക്കെ, നെക്സ്റ്റ് തന്നെ വന്നിരിക്കുന്ന 6 of Wands ആണ്. ഓക്കെ, അപ്പോൾ സക്സസ് ആണ് പറയുന്നത്. സക്സസ്, റെക്കഗ്നീഷൻ, ഓക്കെ, നിങ്ങൾ മാനിക്കപ്പെടുക എന്ന രീതിക്കാണ്, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുക, നിങ്ങൾക്ക് ഒരു എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്കൊരു സക്സസ് വരുന്ന രീതിക്കാണ്. നിങ്ങൾ എന്ത് ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശരി. ആൻഡ് അത് മാത്രമല്ല, ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ ഇമോഷണലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന രീതിക്കാണ്. അതായത് വിഷമങ്ങളിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് നേരെ നിങ്ങളെ ശരിക്കും ഒരു വലിയ സ്ഥാനത്തിരുത്തുന്ന പോലെയാണ്. നിങ്ങൾക്ക് ഒരു വിഷമത്തിൽ നിന്ന് പുറത്തു വരാനൊരു അവസരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ജയിച്ചു വരുന്ന രീതിക്കാണ്. സോ നിങ്ങൾ മേ ബി നിങ്ങളുടെ വിഷമങ്ങളെ ജയിക്കുന്നതായിരിക്കാം. നമ്മളങ്ങനെ പറയുമല്ലോ, നമ്മളുടെ ഉള്ളിലെ വിഷമങ്ങളെ തന്നെ നമ്മൾ ഓവർകം ചെയ്യുക. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഒരു സക്സസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഫുൾ കാർഡ് കാണുന്നത്, നിങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ, എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോലെയാണ്. നിങ്ങൾ തന്നെ ആക്ച്വലി എനിക്ക് ഇവിടെ കൂടുതലൊന്ന് ഇമോഷണലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ തന്നെ ജയിക്കുക, നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്യുക. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ലൈഫ്, ഒരു പുതിയ ഫ്രീഡം ഫീൽ ചെയ്യുന്ന പോലെയാണ്. എന്ത് ചെയ്യാനായാലും ശരി, ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ എവിടെ യാത്രകൾ പോവുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യുക, വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക, ലൈറ്റായിട്ട് ഫീൽ ചെയ്യുക. ഈ ഭാരം, ഇത് ശരിക്കും മനസ്സിലൊരു ഭാരമാണ് അല്ലേ? ഈ ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഭാരം കിടന്നത്, ആ ഭാരത്തുനിന്ന് അതൊക്കെ നിങ്ങളുടെ ഫ്രീ ആവുന്ന പോലെയാണ്. സോ എവിടെയോ നിങ്ങൾക്ക് വളരെയധികം സന്തോഷങ്ങൾ വരുന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾ മേ ബി അതിനെയൊക്കെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിരിക്കാം. ഇനി എനിക്ക് ഈ വിഷമങ്ങൾ വേണ്ട എന്ന രീതിക്ക് നിങ്ങൾ മാറുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയത് വന്ന് ഈ ഒരു വിഷമത്തിൽ നിന്ന്, ഘട്ടത്തിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്ന പോലെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന പോലെ. അവിടെ സ്റ്റാറും ഉണ്ട്, ഹീലിംഗ് എന്ന രീതിക്കാണ്. സോ അഗൈൻ ഞാനതാ പറഞ്ഞത്, ഇന്ന് എനിക്ക് കൂടുതൽ ഇത് ഇമോഷണൽ കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത്.
പുറമേ ഉള്ള കാര്യങ്ങൾ വേറെ ആവാം, അല്ലാന്നല്ല. അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നത് തന്നെയാണ്. സ്റ്റാർ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെക്കഗ്നിഷൻ വരുന്ന രീതിക്കാണ്. നിങ്ങളെ മറ്റുള്ളവർ മാനിക്കപ്പെടുക, മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുക, ആൻഡ് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക്. ഓക്കെ, ഒരു സ്റ്റാർ ലെവൽ എന്തെങ്കിലും എടുത്തോളൂ. നിങ്ങളൊരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന പോലെയാണ്, നക്ഷത്രം പോലെ തിളങ്ങുന്ന പോലെയാണ്. ഓക്കെ, സോ എവിടെയോ ഇവിടെ ആൻഡ് ഇത് ഹീലിംഗ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ഇന്നർ ഹീലിംഗ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് വരുന്ന പോലെ, നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു ഹീലിംഗ് വരുന്ന പോലെ, ഈവൻ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഹീൽ ചെയ്യുന്ന പോലെ. ഓക്കെ ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ എവിടെയോ ഹാർട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും ഓവർകം ചെയ്യുന്ന പോലെ ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തോന്നി. സോ അതും പറയുന്നു, എല്ലാവരും അങ്ങനത്തെ പല ആൾക്കാരും ഉണ്ടാവാമല്ലോ അവിടെയൊക്കെ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യാമെന്ന് മാത്രമല്ല, മേ ബി ശരിക്കും ഹാർട്ടിൻ്റെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലുമൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവുന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ എംപറർ എന്ന് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്കൊരു സക്സസ് ആൻഡ് നിങ്ങൾ കുറച്ചുകൂടി ഒരു മേ ബി ജോലിയിലൊക്കെ പ്രൊമോഷൻ കിട്ടുന്ന കാര്യമായിരിക്കാം. ജോലിയിൽ ഒരു കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ ചിലപ്പോൾ ചെയ്യാൻ ഏൽപ്പിക്കും. ഓക്കെ, കാരണം നിങ്ങളിവിടെ സക്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി തരും. ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ഒരു റോള് പ്രൊമോഷൻ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ചിലപ്പോൾ നിങ്ങളോട് അഡ്വൈസ് ചോദിക്കുന്ന രീതിക്കായിരിക്കാം. കാരണം നിങ്ങളിപ്പോൾ ആ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്, നിങ്ങളെവിടെ ഒരു ലെവൽ ഉയർന്ന പോലെയാണ്. സോ ഓക്കെ, അഗൈൻ ഞാൻ പറഞ്ഞ പോലെ കരിയറിൽ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളും ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും മാനിക്കുന്ന റെസ്പെക്റ്റ് ആണ് ഇവിടെ എനിക്ക് കൂടുതലും കാണുന്നത്. റെസ്പെക്റ്റ് ആൻഡ് ആ ഒരു മേ ബി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് മറ്റുള്ളവർ കണ്ട് പഠിക്കുന്നതായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, സോ എവിടെയോ നിങ്ങൾക്കൊരു റെസ്പെക്റ്റഡ് പൊസിഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ലേശം കോൺഫ്ലിക്റ്റ് മനസ്സിൽ കാണുന്നുണ്ട്, ചില പേടികൾ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മേ ബി ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും, ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും എന്ന രീതിക്കായിരിക്കും. ആൻഡ് അതിലെ ഒരു പേടി ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, മേ ബി എന്തെങ്കിലും ചെയ്യാനായിരിക്കാം, കാരണം ഇവിടെ പേജ് ഓഫ് വാൻസ് എനർജി ഉണ്ട്. സോ എന്തോ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനായിരിക്കാം, എന്തെങ്കിലും നിങ്ങളൊരു ന്യൂ വെഞ്ചർ നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് ഇവിടെ മനസ്സിൽ ലേശം കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട്. ഈവൻ ഇപ്പോൾ ലൈഫിലെ സിറ്റുവേഷൻസ് ആയാലും ശരി, ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന പോലെയാണ്, നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുന്ന പോലെ, കണ്ണ് തുറന്ന് ഇത് കണ്ണ് കെട്ടിയിട്ടൊക്കെ ആയിരിക്കുന്നത്, പക്ഷേ നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ട് ചിലപ്പോൾ കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ അതൊരു കൺഫ്യൂഷൻ പീരീഡ് ചിലപ്പോൾ ഫേസ് ചെയ്യും നിങ്ങൾ. പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുമെന്നുമാണ്. ആൻഡ് ഇവിടെ ഡെവിൾ എനർജി പറയുമ്പോഴും മനസ്സിനുള്ള പേടികൾ, ഫിയേഴ്സൊക്കെയാണ് കാണുന്നത്. ചില തടസ്സങ്ങൾ എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ്. ആൻഡ് ഇവിടെ 2 of Cups എനർജി ഉണ്ട്. സോ എവിടെയോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒന്ന് ഇതിവിടെ അഗൈൻ പാർട്ട്ണർഷിപ്പ് എന്ന രീതിക്കാണ്. സോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഓഫീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ഇതൊരു സോൾമേറ്റ് കാർഡാണ്. സോ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മേ ബി നിങ്ങൾക്ക് അഗെയിൻ റിലേഷൻഷിപ്സിൻ്റെ കാര്യം മാത്രം ആവണമെന്നില്ല. ഓക്കെ, അതിലും പാർട്ട്ണർഷിപ്പുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുന്ന രീതിക്ക്, പാർട്ട്ണറുമായിട്ട് കൂടുതൽ അടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയിൽ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക്, പാരൻസ് ആവാം, ചിലപ്പോൾ ഈവൻ ബ്രദർ സിസ്റ്റർ ആവാം, സോൾമേറ്റ് നമുക്ക് ആരും ആവാം, നല്ലൊരു ഫ്രണ്ടും ആവാം. സോ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് പേജ് ഓഫ് സോർഡ്സ് ഉണ്ട്. സോ ഐ തിങ്ക് കാര്യങ്ങൾ നിങ്ങൾ കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, അഗൈൻ ഇത് രണ്ടും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കുറേ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കി ശരിക്കും കണ്ണ് തുറന്ന് കാണുന്ന പോലെയാണ്. 2 of Swords എവിടെയോ എനിക്കൊരു ഓക്കെ, എനിവേ ഇവിടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി കിട്ടും കാര്യങ്ങളിൽ. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ജസ്റ്റ് പഠിക്കുന്ന രീതിക്കും ആവാം. ഓക്കെ, പഠിച്ച് നോളജ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ എനിവേ എനിക്ക് Queen of Pentacles കാണുന്നുണ്ട്. സോ കരിയർ ഗ്രോത്ത്, നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത്, നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യലി കുറച്ചുകൂടി സ്റ്റേബിൾ ആവുന്ന രീതിക്കും കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയാലും നിങ്ങളുടെ ലൈഫ് ആയാലും ഒക്കെ ഒരു കുറച്ചുകൂടി ബെറ്റർ ലെവലിലേക്ക് പോകുന്ന പോലെയാണ്. ഇടയിൽ യെസ് തടസ്സങ്ങളുണ്ട് ചെറുതായിട്ടൊക്കെ. ഓക്കെ, ചെറിയ തടസ്സങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ഡൗട്ട്സ് കയറി വരും. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ മനസ്സിൽ സംശയങ്ങൾ, ഫിയേഴ്സ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനൊരു ഓക്കെ, കുറച്ച് പേർക്ക് കണ്ണ് തട്ടൽ പെട്ടെന്ന് എനിക്ക് തോന്നി. ഇതിലെ കണ്ണ് കണ്ടാൽ തന്നെ അങ്ങനെ ഓക്കെ, സോ മേ ബി കുറച്ച് പേർക്ക് കണ്ണ് തട്ടാതെ സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ആരുടെയെങ്കിലും കണ്ണ് തട്ടലൊക്കെ വരും. സോ എപ്പോഴും പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഉപ്പിട്ട് കുളിക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യുക കുറച്ചൊക്കെ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിക്ക് അങ്ങനെ കുറച്ച് ചെയ്യൂ. ആൻഡ് ഇവിടെ
സോ കൺഫ്യൂഷൻ്റെ ആയിരിക്കും, ചിലപ്പോൾ പേടികളിലുണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫിയേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ശരി, ഇത് ഈ ഒരു 2 of Cupsനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് പെനക്കിൾസ് ഉണ്ട്. സോ അഗെയിൻ ഇവിടെ എനിക്കൊരു കരിയർ ഗ്രോത്ത് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ ലൈക്ക് ഒരു എന്താ പറയുക, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്കൊരു ഏണിംഗ് വരാം, സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഫാമിലി കെയർ ചെയ്യാൻ സാധിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, എൻ്റെ ഹെൽത്ത് വൈസും ആക്ച്വലി ഇവിടെ പറയാം, ഹെൽത്ത് വൈസും നിങ്ങൾ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന പോലെ, ഓക്കെ, കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് പറയുന്നതൊക്കെ ഒരുപാട് നേട്ടങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. കരിയറിൽ ഗ്രോത്ത് മാത്രമല്ല, ഈവൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങുക, ഡെക്കറേറ്റ് ചെയ്യുക നന്നായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാറ്. എന്തെങ്കിലും സെലിബ്രേഷൻ, ആഘോഷം എന്ന രീതിക്കൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. സോ ഓക്കെ, സോ അങ്ങനത്തെ ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. യെസ്, ചെറിയ തടസ്സങ്ങളുണ്ട്, ബട്ട് അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ എവിടെയോ ശരിക്കും ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ അത് എടുത്തൊന്ന് പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങളുണ്ടാവും അല്ലേ, ഇവിടെ നിങ്ങൾക്ക് നല്ലോണം വിഷമം ഫീൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ പാർട്ട്ണർ തന്നെ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾ വീണ്ടും ഒരു അടുപ്പം വരുന്ന പോലെ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ. കാരണം വാലന്റൈൻസ് മന്തൊക്കെ ആണ് അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, പ്രാക്ടീസ് മെഡിറ്റേഷൻ. ഓക്കെ, ഞാനത് കുറച്ച് ഇവിടെ വയ്ക്കാം. സോ ദാറ്റ് ഡിസ്കവർ യുവർ ഇന്നർ സ്ട്രെങ്ത്, അലോ യുവർ സെൽഫ് ടു മൂവ് ഓൺ. അതായിരിക്കാം അവിടെ. ഓക്കെ, പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് കാണുന്നുണ്ട്. ടേക്ക് എ ചാൻസ്. ഫുൾ കാർഡ്. നിങ്ങൾ റിസ്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. റിസ്ക് എടുത്തിട്ട് നിങ്ങൾ എന്തോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് അതിൽ സക്സസ് വരും തീർച്ചയായിട്ടും, നല്ലതായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ എന്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാലും ശരി. ഇപ്പോൾ എൻ്റെ എവിടെയോ ഒരു സ്റ്റാർ ലെവൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുന്ന കാര്യം, ഓക്കെ, മടിച്ച് നിൽക്കണ്ട, ചെയ്യൂ എന്തായാലും. ഓക്കെ, ആ ചാൻസ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രാക്ടീസ് മെഡിറ്റേഷൻ പറയുന്നത് ഇത് എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് റിലീഫ് ആവാനാണ്. എന്ന് മാത്രമല്ല നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മൾ കൂടുതൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. സോ ഇവിടെ നിങ്ങളോട് പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡിസ്കവർ യുവർ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട്. അഗെയിൻ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ട്. നിങ്ങൾ സ്വയം നിങ്ങളുടെ പേടികളൊക്കെ ഒന്ന് മാറ്റുക. നിങ്ങളുടെ സ്വന്തം കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പേടികളൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത്ത് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണത്. ആൻഡ് അലോ യുവർ സെൽഫ് ടു മൂവ് ഓൺ. ആക്ച്വലി ഇതിവിടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിന് ശേഷം മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാവാം. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമത്തിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ട് എൻ്റെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിക്കാണ് പറയുന്നത്. മൂവ് ഓൺ. ഓക്കെ, ഇതിൽ സ്റ്റക്കായിട്ട് ഇരിക്കാതിരിക്കുക, പാസ്റ്റിൽ സ്റ്റക്കായിട്ട് ഇരിക്കാതിരിക്കുക, വേദനകളിൽ സ്റ്റക്കായിട്ട് ഇരിക്കരുത് എന്നാണ്. ഓക്കെ, ആൻഡ് പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ആദ്യം വേണ്ടത് ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഓക്കെ നമ്മൾ ഫോണും നോക്കി തുടങ്ങും. ഇപ്പം എല്ലാവർക്കും ഉള്ള ശീലമാണ്, ഞാൻ അടക്കം ചെയ്യുന്ന കാര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പക്ഷേ അതിനെ ഒരു റുട്ടീൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. നേരത്തെ എഴുന്നേക്കുക. ഓക്കെ, കുറച്ച് നേരം ഒരു ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, ഡെയിലി ഒന്ന് പ്രാർത്ഥന കുറച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അതിനൊക്കെ ഒരു റുട്ടീൻ വെച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക കുറച്ച് കാലം. അല്ലാതെ ഒരു ദിവസം 2 ദിവസം ചെയ്ത് നിർത്താനല്ല പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അത് ചെയ്യണം ഈ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഒരു സ്കെഡ്യൂൾ കൊണ്ടുവരാം. ഓക്കെ, ഒന്ന് ടൈം ടേബിൾ ഇടുക. ശരിക്കും സ്കൂളിലൊക്കെ ചെയ്ത പോലെ എക്സാം ടൈമിലൊക്കെ പണ്ട് ചെയ്ത പോലെ ഇരുന്ന് ടൈം ടേബിൾ ഇടുക. ഇന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യം ചെയ്യും. അതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന സമയത്ത് ഇത്ര ദിവസം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സമയം തീരുമാനിക്കൂ, എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യണം, നിങ്ങൾ തീരുമാനിക്കൂ. അതിനെ ഫോളോ ചെയ്യൂ കറക്റ്റായിട്ട്.
ഓക്കെ, മടി തോന്നും, ആദ്യമൊക്കെ കുറച്ച് ദിവസമൊക്കെ മടിയൊക്കെ തോന്നും, പക്ഷെ അവനവനെ പുഷ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ തോന്നും മതി എന്ന് തോന്നും. അങ്ങനെ അത് വിടാതിരിക്കുക, അതാണ് നമ്മൾ വേണ്ടത്. അതാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകുന്നു, നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകുന്നു, ഒരുപാട് നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നു എന്നൊക്കെ, ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ നീ കൂടുതൽ ചിന്തിക്കില്ല എന്ന് തീരുമാനിക്കുക. ആൻഡ് അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. നമ്മൾ അതിന് വേണ്ട സ്റ്റെപ്സൊക്കെ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്താൽ ഇപ്പോൾ ഇഷ്ടംപോലെ പലതും കിട്ടും. ഓക്കെ, സോ നിങ്ങൾ അവനവനെ കൺട്രോൾ ചെയ്യാൻ, ഓക്കെ, അവനവൻ്റെ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ എന്താ വേണ്ടത്? ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് വേണം അല്ലേ? ആ കോൺഫിഡൻസ് കൊണ്ടുവരണം, എനിക്ക് സാധിക്കും എന്ന് പറയണം. അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഒരു സ്കെഡ്യൂൾ വെച്ച് ലൈഫിനെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാം. ഓക്കെ, കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്കത് ശീലമാവും. ആദ്യത്തെ കുറച്ച് ദിവസത്തെ സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു 21 ദിവസം എന്നാണ് നമ്മൾ പറയുക. ഏതൊരു കാര്യം നമുക്ക് ശീലമാവാൻ വേണ്ടിയിട്ട് ഒരു 21 days ആണെന്നാണ് പറയുക. ഒരു 21 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക, ഓക്കെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ഞാൻ ബ്രീതിങ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നടക്കാൻ പോകും, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആൻഡ് അത് ഞാൻ ചെയ്യും. ഒരു 21 ദിവസം ഞാൻ കണ്ടിന്യൂസ് ചെയ്യും. ഒരൊറ്റ കാര്യം എടുത്താൽ മതി. ഓക്കെ, അത് നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ, ആ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലെങ്കിലും നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് കാണും. ഓക്കെ, സോ ആൻഡ് ഇത് മൂവ് ഓണിൻ്റെ കാര്യം എനിക്ക് വീണ്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയോ ആ ഹാർട്ട് ബ്രേക്ക് ഒന്ന് മൂവ് ഓൺ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. സോ മേ ബി ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വേദനിപ്പിച്ച വ്യക്തി തന്നെ തിരിച്ചു വരുന്നതുമായിരിക്കാം. ഓക്കെ, പക്ഷെ അതിനൊക്കെ നിങ്ങൾ കുറേ ചേഞ്ചസ് നിങ്ങളിൽ വരുത്താനുണ്ട്. ഓക്കെ, സോ ഫെബ്രുവരി നല്ലൊരു മന്തായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഓക്കെ, ഞാനതിപ്പോൾ എടുക്കുന്നില്ല, പിന്നെ എടുക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിട്ടുപോയി. സബ്സ്ക്രിപ്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. സബ്സ്ക്രിപ്ഷൻ ഞാൻ ഓണാക്കും. അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈവ് റീഡിങ് കൊണ്ടുവരണമെന്നുണ്ട്. അതായത് പേഴ്സണൽ റീഡിങ്സിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ച് നേരം, ലൈക്ക് ഞാനൊരു 1 hour ഞാൻ അവൈലബിൾ ആയാൽ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം. ഓക്കെ, പക്ഷേ അത് ഞാൻ സബ്സ്ക്രിപ്ഷൻ വെച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റേതാകുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, എനിക്ക് എല്ലാവിടെയും എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടി എനിക്കൊരു കൺട്രോൾഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ അതിലുള്ള ആൾക്കാർക്ക് അത് ഞാൻ വളരെ നിങ്ങൾക്ക് റീസണബിൾ റേറ്റിൽ ഞാൻ വെക്കാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ ചെയ്ത ഒരു ആഴ്ചയിൽ 1-2 തവണ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാവും. വൺസ് എന്തായാലും ഉണ്ടാവും. ട്വൈസ് ഞാൻ ശ്രമിക്കും. ഓക്കെ, 2 തവണ എന്നുള്ളത് ഞാൻ ശ്രമിക്കും. അത് ആദ്യത്തെ നമ്മുടെ സെറ്റപ്പ് ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും 2 തവണയെങ്കിലും ഞാൻ ശ്രമിക്കും. ഓക്കെ, ആൻഡ് അതിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ എന്നെക്കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറയാൻ ശ്രമിക്കും. റീഡിംഗ് ആയിട്ട് എന്ന രീതിക്കല്ല, അതിൽ ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് എനിക്ക് നിങ്ങളുമായിട്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ്. സോ അതിലുള്ള വീഡിയോസ്, ഞാനിപ്പോൾ സെൽഫ് ലവിൻ്റെ വീഡിയോസ്, അല്ലെങ്കിൽ ഇന്നർ ചൈൽഡിൻ്റെ ഹീലിങ്ങിൻ്റെ വീഡിയോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. സോ ഇടയിൽ റീഡിങ്ങും കൊണ്ടുവരും തീർച്ചയായിട്ടും. ചെറിയ റീഡിങ്സ്, ഡീറ്റെയിൽഡ് ആയിരിക്കില്ല, ചെറിയ റീഡിങ്സ്, എന്തെങ്കിലുമൊക്കെ ചെറിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിൽ ഞാൻ തന്നുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. സോ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഒരു 2 ലെവൽ ഓഫ് സബ്സ്ക്രിപ്ഷനാണ് ഞാൻ വെക്കാൻ പ്ലാൻ. അതിൽ 1 വീഡിയോസും കാര്യങ്ങളും മാത്രം. ഓക്കെ, സെക്കൻഡ് 1 ഞാൻ ലൈവ് റീഡിങ് കൂടി. സോ അങ്ങനെ നോക്കട്ടെ. എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഫൈനലൈസ് ആയിട്ടില്ല, ബട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ഉണ്ട്. സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്നോട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിനു വേണ്ടി സമയം മാറ്റിവെച്ച് ഞാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു 1 hour അറ്റ്ലീസ്റ്റ് ഞാൻ 1 പോരാ, 1 മതിയാവില്ല, 1 കൂടുതൽ പോകും എന്തായാലും. സോ അങ്ങനത്തെ ലൈവ് റീഡിങ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ആൻസേഴ്സ് കൊടുക്കാനും ഒക്കെ കുറച്ചുകൂടി സാധിക്കും. സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഒരു 1 month എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷെ അന്ന് നടന്നില്ല. അത് ഇടയിൽ തടസ്സം വന്നിട്ട് എനിക്ക് നിർത്തേണ്ടി വന്നു. സോ ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് കാണിക്കുന്ന വഴിക്ക് നമുക്ക് ശ്രമിക്കാം. ഞാനും ഒരു റിസ്ക് എടുത്തിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, സോ യെസ്, നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ തുടക്കം ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.